പറയാൻ പറ്റില്ല. അടുത്ത ഇന്റീരിയർ നോക്കിയേ. വയ്യ മടുത്തു. ഒക്കെ ഭംഗിയേ. ലൈറ്റിങ് നോക്കിയേ. ഓ ഗംഭീരം. ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് സ്റ്റോറിലാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ബട്ടൺ കൊടുക്കുക. എന്താണിത്? വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. ഇനി വെറൈറ്റി പൊളിയാന്നിട്ടാ. എല്ലാം സെയിം തന്നെയാ. ഫ്ലോറെല്ലാം അങ്ങനെ തന്നെയാ. ഇതൊക്കെ പക്ക ഒറിജിനൽ പോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ അടിപൊളി മോളാണ് കാണാനുള്ള ഭംഗിയില്. ഇന്റീരിയറിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ബോൾസുകൾ. ഇത് ബോള് പോലെ പക്ഷെ മദ്യത്തിന്റെ കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട്. മോളിന്റെ ഇന്റീരിയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ്. പിസ കൊണ്ടുപോടാ, പിസ കൊണ്ടുപോടാ. മുത്ത ബോൾ അറിയടാ. ഇത്ര വില കൂടിയ മസാല ദോശ തിന്നിട്ടില്ലല്ലോ. ഇതാ പല വെറൈറ്റി ബിരിയാണി. ബിരിയാണി ഉള്ളത്. എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം ബാംഗ്ലൂരാണ്. ഈ ബാംഗ്ലൂരിലത്തെ ഏറ്റവും വലിയ മോളുകളിൽ ഒന്നായ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള മോള് കാണാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ടൂർ വരുന്നതിന് സമാനമായാണ് ഈ മോള് കാണാനായിട്ട് വരുമ്പോൾ നമുക്ക് വരാൻ പറ്റുക. കാരണം അത്രയധികം കാഴ്ചകൾ കാണാൻ ഈ മോളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 10 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഏതാണ്ട് ഒരു 100-300 കടകളുടെ അടുത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. കൂടാതെ 9 തിയേറ്ററും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. 4 നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഗംഭീര സാധനമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ബാംഗ്ലൂർ വന്നാൽ ഈ മാള് എന്തായാലും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. കാരണം അത്രയധികം വെറൈറ്റി ഉള്ള കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ അവർ നമുക്കായിട്ട് കാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് കുറവുണ്ടോ? ഇല്ല, കണ്ണാട കൊണ്ടുവരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കണ്ണാട വെച്ചിരിക്കുമ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പാർക്കിങ്ങിന്റെ മറ്റേ ഇത് കടലാസ് കിട്ടില്ലേ? ഇല്ല, പൈസ 150 രൂപയുള്ളൂ. അല്ല, വണ്ടിയുടെ നമ്പർ അല്ലേ 150 തന്നെ. ഞാൻ വിചാരിച്ചു 150 രൂപയാണ് കാണിച്ചത്. അമ്മയെ ഫുൾ ആളാണല്ലോ. ചായ കുടിക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? ഇതാ അങ്ങനെ നീ പുറത്ത് കൈ പിടിച്ച് കഴിക്കേണ്ടി വരും കേട്ടോ. ഇതെന്നെ പരിപാടി. ആൾക്കാർക്ക് നമ്മളെ പോലെ വരില്ല തന്നെ പരിപാടി. മുന്നിൽ താറുമുണ്ട്. അത് ആണോ? 3-4 കൊല്ലായില്ലേ? അതുണ്ടാവും. പാർക്കിങ്ങിൽ താഴെ ഇട്ടേക്കണം. ഇനി വണ്ടികൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മുകളിലേക്ക് പോകും. ഇങ്ങനെ പൊന്തിച്ച് വയ്ക്കും. ഉണ്ടോ ഫുൾ വണ്ടികൾ അവിടെയൊക്കെ പൊക്കി വെച്ചേക്കണ കണ്ടോ? ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കി ഐനോക്സ് KFC സംഭവങ്ങളൊക്കെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്കാണ് വന്നത്. താഴത്തേക്ക് നോക്കി സംഭവം മട്ട സാധനം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ട് എവിടെയാണെന്നുള്ളത് തപ്പത്തിന് ഇയാളെ കണ്ടപ്പോൾ ഇയാളുടെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അയാളുടെ പേരെന്താ? ഡെഡ്പൂള്. വേണമെങ്കിൽ കയറിക്കോ, ഒന്ന് ഉള്ളിൽ കയറി കണ്ടിട്ട് പോരെ. ഇതിൻ്റെ പുറത്ത് നോക്കി ഫുഡ് കോർട്ടിൻ്റെ ഇപ്പുറത്ത് ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. ഇതും ഹോട്ടലാണ്, ഇതും ഹോട്ടലാണ്, ഇതും ഹോട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്രക്കാലം പിന്നെ ഹോട്ടലിൽ കയറി കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. എൻ്റെ അമ്മ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളാണല്ലോ. നമ്മുടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു ഫുഡ് കോർട്ടിൻ്റെ വശത്ത് തന്നെയാണ് ഫുൾ റെസ്റ്റോറൻറ്റ്സും. ഇവിടുന്ന് അങ്ങോട്ട് ഫുഡ് കോർട്ട്. ആദ്യം എയിമുണ്ട് കേട്ടോ. ദോശയുള്ള സ്ഥലത്തേക്ക് പോവാം. ദോശ ഇവിടെ കുറേ കൗണ്ടറുകളുണ്ട് കേട്ടോ. എന്തോ എന്നാന്ന് നോക്കി. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലും അങ്ങനെയുള്ളതാണ്. പിന്നെ നമ്മുടെ KFC പോലെയുള്ള സംഭവങ്ങൾ ഇപ്പുറത്തുണ്ട്. ഇത് ദോശയാണോ? സ്ട്രീറ്റ് ഫുഡാ? കോംബോ സ്ട്രീറ്റ് ഫുഡ് നോക്കാം. എന്നിട്ടാ നോക്കാം. അതാണോ? നോക്കി നോക്കട്ടെ കേട്ടോ. പല വെറൈറ്റി ബിരിയാണി ഉള്ളത്. നൂഡിൽസ്, ഇത് ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള പല പലഹാരങ്ങളാണ്. എല്ലാത്തിൻ്റെ പേരും വിലയും നിരത്തി വെച്ചിട്ടുണ്ട്. അതെ, സാലഡാ. വലിയ ഏരിയ കേട്ടോ. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു ലോകം മുഴുവൻ ഫുഡ് കോർട്ട് തന്നെയാണ്. ഐസ്ക്രീം, നൂഡിൽസ്, ഈ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ബിരിയാണി, എല്ലാ സൈസ് ബിരിയാണി ഉണ്ട്. വേണ്ട എവിടേക്ക് വിട്ടടിച്ച് പോകണ്ടല്ലോ. എന്തെങ്കിലും ഉദ്ദേശം കണ്ടുവെച്ചിട്ടുണ്ടോ? ആണോ? ഞാൻ വിചാരിച്ചു എല്ലായിടത്തും എവിടെ നിൽക്കാണ്ട് പോകണ്ടേ. ഒന്നും നോക്കണ പോലും ഇല്ല.
ഇവിടെ കൂടുതൽ ഐറ്റംസ് ഈ പാനിപ്പൂരി പോലത്തെ കണ്ടമാനം പ്രാധാന്യം ഉണ്ട് അല്ലേ? അതെ. ചായ അല്ലേ ഇത്? ആ, കോഫി വേണം. എനിക്ക് ആദ്യം കോഫി ടീ വേണം, എന്നിട്ട് അടുത്തത്. പരിപ്പുവടയൊക്കെ ഉണ്ട് കേട്ടോ. ഉഴുന്നുവട, പരിപ്പുവട, തൈര് വട. ശരി. എൻ്റെ പൊന്നെ, കളിസ്ഥലം ഇതാണ് കേട്ടാ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര രൂപയുടെ കൂപ്പൺ എടുക്കാം. 3000, 3500 രൂപയുടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര പൈസ വെച്ച് പോകും. അപ്പോൾ ടിക്കറ്റും കിട്ടുന്ന അയ്യേ, ഇപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു തിരക്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാളും കൂടുതൽ വലിയ ആൾക്കാരാണ് ഇതിനുള്ളിൽ കളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. പൂരപ്പറമ്പിൽ ആനയുടെ കുടമാറ്റം കാണാൻ നിൽക്കണ പോലെയാണ് അത്രയധികം ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ. തിരക്കും കാര്യങ്ങളൊക്കെ, കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണാത്ത കുറേ വെറൈറ്റി സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇതെന്താ പിള്ളേരൊക്കെ വെള്ളം അടിക്കുന്നുണ്ടല്ലോ. എന്താ ഈ ഐസ്ക്രീമിന് എന്താ ഐസ്ക്രീം എന്ന് പറയുന്നത്? ടർക്കിഷ്. ഒരു ചെക്കനെ പറ്റിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് പല ആൾക്കാർ പല രീതിയിൽ കാണിക്കുക. ഇപ്പൊ ടിഷ്യൂ ടിഷ്യൂ മാത്രമായിട്ട് കൊടുക്കും, ഐസ്ക്രീം എടുക്കും. ഞാൻ പറഞ്ഞ പോലെയല്ലേ. ഇപ്പോഴാണ് അവന് കിട്ടിയ. അവൻ നേരത്തെ പറഞ്ഞ സാധനമല്ല ആ കളിക്കാൻ വേണ്ടി കൊടുത്തത്. ഈ സൈഡിൽ നടന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാട്ടോ. ഇല്ലല്ലോ, അപ്പുറത്തെ സൈഡാണോ? അപ്പുറത്തെ സൈഡിൽ പോട്ടെ. ബാസ്കറ്റ് ഓഫീസ് സാധനമൊന്നും മൊത്തം കണ്ടു തീർക്കാൻ പറ്റില്ല കേട്ടാ. ഒരുപാടുണ്ട് കാണാനായിട്ട്. ഓരോ സ്ഥലത്തുനിന്ന് കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കണ്ടു തീർക്കണമെങ്കിൽ ഒരാഴ്ച വേണ്ടി വരും. ഇപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ ഈ വശത്തു നിന്ന് ഇങ്ങനെ വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് റൗണ്ട് അടിച്ച് വീണ്ടും ആ മറ്റേ എന്താ പറയുക പ്ലേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ വന്ന് ഇപ്പുറത്തെ സൈഡ് നോക്കും. ഇപ്പുറത്തെ സൈഡും റെസ്റ്റോറൻറ്റും. അപ്പോൾ ഇതെന്തിട്ടാ? പ്ലേ ഏരിയ. അവിടെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ തന്നെ ദോശയും സാധനങ്ങളൊക്കെ ഉള്ളൂ. അമ്മ ഈ ഭാഗത്തെ ഇന്റീരിയർ നോക്കിയേ, അത് ഈ ഒരു സ്റ്റൈൽ. ഇതെന്തുട്ടാ? ഇതെന്താ പരിപാടി നടക്കുന്നതാ? എന്താ പരിപാടി നടക്കുന്ന സ്ഥലം അല്ലേ? അതെ, അതന്നെയാണ് ഈ കണ്ട ഏരിയ ഇല്ല ഒന്നല്ലെങ്കിൽ. അപ്പൊ നമ്മൾ അവിടുന്ന് എത്ര വ്യൂ കണ്ടു നോക്കിയ ടോപ്പ് വ്യൂ ഇങ്ങനത്തെ ടൈപ്പ്. ഏറ്റവും താഴെ വരെയുള്ള വ്യൂ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു 1.5 മോൾ തന്നെ കേട്ടോ. അതും വേണ്ട പറയാനായിട്ട് അല്ലേ? കൊണ്ടന. അതെ, അതാ പറഞ്ഞത്. ഏത് സൈഡിൽ നിന്ന് കയറിയെന്ന് നീളത്തിലായാലും മനസ്സിലാവില്ലെങ്കിൽ മനസ്സിലാവില്ല. ലുലു പോലെ വളഞ്ഞു ചേരുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. വണ്ടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ഐറ്റംസിൻ്റെ സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ എല്ലായിടത്തും കറങ്ങി അടിച്ച് ദോശ കിട്ടുന്ന സ്ഥലത്ത് വന്നു. ഗീ മസാല ദോശ 165 രൂപ, ഒരു 4 ചായയും പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഇരിക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആവും. കസാരകൾ പറക്കാം ഓരോടത്തുനിന്ന്. ഉണ്ടോ അവിടെ സ്ഥലം ഉണ്ടോ? അപ്പോൾ വിളിക്കുമ്പോൾ വരാം. ഇല്ല, അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ കസാരയുണ്ട്. ബാ. നമ്മൾ പറഞ്ഞ് മസാല ദോശ വന്നിട്ടുണ്ട് കേട്ടോ. 165 160 രൂപയും GST. അപ്പോൾ അതിൻ്റെ മസാല ദോശയുടെ വലിപ്പം തന്നെ ഇത്ര ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞൊരു ദോശയുടെ അത്ര ഉള്ളൂ. പക്ഷെ പിന്നെ മാളിലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വില കൂടുതലുണ്ടാവും. ടേസ്റ്റ് ഉണ്ടായാൽ മതി. വില കൂട്ടിയോണ്ട് കുഴപ്പമില്ല. അതെ, അല്ല നന്നായാൽ മതി. സാധനം നന്നാവുകയാണെങ്കിൽ പൈസ കൂട്ടിയോണ്ട് കുഴപ്പമില്ല. എന്തായാലും ഈ കണ്ട ആൾക്കാർ ഉള്ളതുകൊണ്ട് നന്നാവുമെന്ന് നമുക്ക് വിചാരിക്കാം. പഴയ സാധനങ്ങളൊന്നും കിട്ടില്ല. അടിപൊളിയായിരിക്കും. ഇതേ വില കൂടിയ മസാല ദോശ തിന്നു നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. ഇത്ര വില കൂടിയ മസാല ദോശ തിന്നിട്ടില്ലല്ലോ ഇതാ. അത് തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും
സൂപ്പറാ സൂപ്പറാണോ? നെയ്യ് തട്ടിയിട്ടുണ്ടല്ലേ? ആ കാണുമ്പോൾ തന്നെ അറിയാം. നല്ല കന അല്ലേ? മസാല എങ്ങനെയുണ്ട്? അതെ, അപ്പോൾ കാശ് പോയാലും കുഴപ്പമില്ലാന്ന്. മസാല ദോശ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിലും ടേസ്റ്റ് കാരണല്ലേ എല്ലാവരും വാരി പറക്കും. ഇത് മധുര, നമ്മളുടെ ഒരു പുളിയൊക്കെ വരില്ലേ, ഇത് മധുര. തക്കാളി ചട്നിയാവും. മൊത്തം എങ്ങനെയുണ്ടാ? നല്ല മതി. സൂപ്പർ. സാമ്പാറിന് മധുരമാണ്, ഒക്കെ മധുര. പക്ഷെ നല്ല ടേസ്റ്റ്, അടിപൊളിയായിട്ട് ധൈര്യമായിട്ട് മസാല ദോശ കഴിക്കാം. വില ഇത്ര കൂടുതലാണെങ്കിലും ഒരു കുഴപ്പമില്ല, അതിനുണ്ട്. എന്തായാലും മസാല ദോശയുടെ പ്ലേറ്റ് ഇങ്ങനെ ആരും ക്ലീൻ ആക്കിയിട്ടുണ്ടാവില്ല. ഇനി സാമ്പാറിൻ്റെ ഒരു ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിക്കിട്ട് അങ്ങോട്ട് തീർക്കും. മുത്ത് പിസ്സ മേടിക്കാൻ പോയിട്ടുണ്ട്, ഇതേവരെ പിസ്സ മേടിച്ച് വന്നിട്ടില്ല. കുറേ നേരമായി പിസ്സയ്ക്ക് പോയിട്ട്. അതെ, ഇവിടുത്തെ ഇന്റീരിയറും അതുപോലെ മൊത്തത്തിലുള്ള ആംബിയൻസ് പൊടിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. തിരക്ക് ഒട്ടുക്കത്തെ തിരക്കും. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആലോചിക്കണം. ഇങ്ങനത്തെ ഇന്റീരിയറൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, എന്തിട്ടല്ലേ നിറച്ച് കള്ളിയും അകരിയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ബാംഗ്ലൂർ സ്റ്റൈലല്ലേ. മുത്തിന് പിസ്സ കാണില്ലല്ലോ. ഇത് മൊത്തം ഓപ്പണാണ്. അതായത് നമ്മുടെ AC യുടെ പൈപ്പുകളില്ലേ, AC യുടെ വെന്റുകളില്ലേ, അതിലേക്ക് ഡയറക്റ്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ച് വെന്റുകൾ ഇഷ്ടമാണ്. ശരിയാ. ഞങ്ങൾ ചായ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ തന്നത് കാപ്പിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ചായ കഴിഞ്ഞ് കാപ്പി തരട്ടെന്ന് ചോദിച്ചു. പറഞ്ഞ ആയിക്കോട്ടെ. പക്ഷെ ബെസ്റ്റ് കാപ്പി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കാപ്പി. കാപ്പിയല്ല, കാപ്പി കിട്ടിപ്പോയി. എവിടെ കിട്ടിയോ? ആ വലുത് വാടാ പിസ കൊണ്ടുവാടാ, പിസ കൊണ്ടുവാടാ. ഇത് കൊറേ ചില്ലറ പൈസ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ടോട്ടൽ 7 ഉണ്ട്, 7 രൂപ. ആ മതി, കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. നീ അവിടെ ഇന്ന് വൈകുന്നേരം വരെ നിൽക്കാണ്ട് ഇത് നന്നായി. അതെ, കറക്റ്റ് 4 കട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ആ ശരി. ഇവന് ഇഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബിസിയാ. അതെ, അല്ല വലിയ ബിസിയാ, അല്ലാണ്ട് ഇതല്ല അല്ലേ. ചെറിയ പീസ് ഇഷ്ടമാണോടാ? ഇല്ലടാ, നീ ഒരു പീസ് കിട്ടും കഴിച്ചോ. അജിലേട്ടായി ഒരു പീസ് കഴിക്കും. അതെ, അല്ല ഞാനും ഇതേ കൂടിയിട്ട് ഒരു പീസ് കഴിക്കും. നീ ഒരു പീസ് കഴിച്ചോ. ഒന്നുമില്ല. ആ മോശമായി മുത്ത. കഴിച്ചോ കഴിച്ചോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ശരി, എങ്ങനെ നോക്കണേ മുത്തേ? ലാസ്റ്റായിട്ട് ഇങ്ങനെയുള്ള കളികളിൽ എന്തൊക്കെ വെറൈറ്റികൾ ഉണ്ടെന്നുള്ളത് അറിയാനായിട്ട് ഒന്ന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും ഈ പ്ലേ സ്റ്റേഷൻ്റെ ഉള്ളിക്കട മുത്തൊന്ന് കിടന്ന് നടക്കാൻ. നീ ഇതൊക്കെ കളിക്കണോടി? എന്താ ഈ സ്കൂട്ടർ ഓടിക്കുക, ബൈക്ക് ഓടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഓടിക്കണോ? വേണ്ട, മുത്തിന് ഓടിക്കണോ എന്നൊക്കെ ഞാൻ ചോദിക്കും. ആന്നൊന്നും പറഞ്ഞേക്കരുത്, അത് വെറുതെ ചോദിച്ചു പോയതാണെന്ന് അറിയാണ്ട്. ആ AC യുടെ വെള്ളം ചീക്കുന്നുണ്ട്. ആ വേണ്ട പയ്യേ, ഇതൊക്കെ പിള്ളേരല്ലേ ചെയ്യാതെ ചോദിക്കണം. അതെ, ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ കയറി എറിഞ്ഞിട്ട് ഇത് മൊത്തം വീഴ്ത്തി കഴിഞ്ഞാൽ ഇത് കിട്ടും. കാശ് അതേപോലെ പോവും. ബോൾ ബക്കറ്റിലിട്ടാ ഇത് കിട്ടും അല്ലേ? അതൊക്കെ നല്ല പരിപാടിയാണ്. പിന്നെ ഈ പ്ലക്കർ കൊണ്ട് ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ബോൾ നമുക്ക് കിട്ടും. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. ഇതും കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം. പക്ഷേ ഇത് കാശ് കൊടുത്താലാണ് ഇതിമ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതെ, കറങ്ങണ സാധനം കുറേ ഉണ്ട്. പേരൊന്നും അറിയില്ല കാശ്. അതെ, അവിടെ മറ്റേ വേറെ സാധനം കണ്ട ആടണത്. അത് മറ്റേ ഇതല്ലേ സംഭവം, ഉള്ളില് 3D എഫക്ട് 70 എന്നൊക്കെ പറയുന്ന പോലെ സംഭവം. അത് അടിപൊളി കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യും. 70 ഇതിന്റെ പേരാണ് വെർച്വൽ റിയാലിറ്റി. പക്ഷെ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ 70 അങ്ങനെയുള്ള പേരുകളൊക്കെ അതെന്താ അങ്ങനെ
5D 17 ഒക്കെ ഉള്ള പറയാറ്. 3D ഗ്ലാസ് വെച്ചിട്ടാണ്. ആ ഇത് VR ഡിവൈസാണ്. അപ്പോൾ ഫീലിങ്സ് വേറെ ആയിരിക്കും. കുട്ടി കരയുണ്ട് കേട്ടോ, കുട്ടി കരയുക. കരയുക കേട്ടോ. മറക്കാനുള്ള പരിപാടിയാ. ആട്ടാനെ മറക്കാനുള്ള ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ആട്ടാണെങ്കിൽ കുഴപ്പമില്ല, മറക്കാണ്ടിരുന്നാൽ മതി. ഈ സന്തോഷം അങ്ങോട്ട് പോകും. ഇല്ലല്ലേ? ഭാഗ്യായി. ഇതൊക്കെ നേരത്തെ ബോൾ എടുക്കണ പോലത്തെ കേക്ക് തന്നെയാണ് കേട്ടോ. കുറേ ഉണ്ട്. മുത്ത ബോൾ അറിയടാ. പോസ് കഴിയില്ലേ? മോളിന്റെ ഇന്റീരിയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര സ്റ്റൈല്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരം പോലെ ഉണ്ടാക്കി വെച്ചേക്കണം. എന്തിട്ടാ ഭംഗി. ഞാൻ 2 ഫോട്ടോ കലക്കട്ടെ. ഞങ്ങൾ കുറെ സ്ഥലത്തൊക്കെ പോയി കണ്ടു. ഇനി നേരെ താഴത്തേക്ക് പോകാൻ കേട്ടോ. ഇത് കഴിഞ്ഞാൽ തുടരുത്. ഈ സാധനം ഉണ്ടാക്കാനെടുത്തത് 60 മണിക്കൂറും 25 കിലോയും 14,856 ബ്ലോക്സ് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാൻ ചായ രസമുണ്ടല്ലേ? അടിപൊളിയുണ്ട്. ഇങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കിയുള്ള ലെഗോയാണ്. അപ്പം കണ്ടിട്ടില്ല, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മോളിൽ ഒന്നാണ് കേട്ടോ ഈ സംഭവം. എന്ത് വെറൈറ്റി ഉള്ള മോളാന്ന് വെച്ചാൽ പറയണ്ട. അതുപോലെ തന്നെ എത്രയധികം കോടിക്കണക്കിന് രൂപയാണ് ഇന്റീരിയർ വർക്കിന് വേണ്ടി മാത്രം ഇവിടെ ചിലവഴിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇത്ര ഭംഗി ഇന്റീരിയറിന് വേണ്ടിയിട്ട് വേറെ ഒരു മോളും നമ്മൾ ഈ കണ്ട ദുബായിൽ വരെ പോയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുമ്പോഴും മനസ്സിലാവും കേട്ടോ. കാരണം മറ്റുള്ള ഏത് മോളിൽ പോയാലും ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആംബിയൻസേ അല്ല. ഇത് ശരിക്കും ടോട്ടൽ എന്താ പറയുക നമ്മളെ കണ്ണ് ചിമ്മണ രീതിയിൽ ഓരോ ആംഗിളിൽ നിന്നും വ്യത്യാസമുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് എന്താ പറയുക വെറൈറ്റി ആക്കിയിട്ട് പൊരിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി ഈ മോള്. കാരണം ഒന്നുമല്ല, നമുക്ക് കണ്ണെടുത്ത് ഓരോന്നിന്ന് കഴിഞ്ഞ അടുത്തിലേക്ക് നോക്കുമ്പോൾ ഗംഭീരം എന്ന് ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ പറയാം. അതേപോലത്തെ വർക്കാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. വേണ്ട അകത്ത് കയറണ്ട, പുറത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലായി മദ്യം വിളമ്പുന്ന സ്ഥലമാണ്. പിന്നെ എന്തിനാ അകത്ത് കയറണം? വേണ്ട, കുപ്പികൾ ഫുഡുണ്ട്, പക്ഷെ മദ്യത്തിൻ്റെ കുപ്പികൾ നിരത്തി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇതിനെ അലൗ ചെയ്യാൻ പറ്റുമോ? അതല്ലേ? എൻ്റെ അമ്മ ഇത്ര വലിയ മോളിലാണ്. ഇത്ര വലിയ മോളിലാണ് ശരിക്കും പറഞ്ഞാൽ മദ്യം വിളമ്പണത്. അതിവിടെ കൊണ്ടുവച്ചാ ഈശോ ഇപ്പൊ തട്ടി മറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പൈസ കൊടുക്കണ്ടോ? ബാ പോരെ. ഇത് ഒറിജിനൽ ചെടികള്. ഇത് മൊത്തം പ്ലാസ്റ്റിക്. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണപ്പാ. മറ്റേത് മെയിൻറ്റെയിൻ ചെയ്യണപ്പാ. ഇതൊക്കെ നോക്കിയേ. ഇതിപ്പോ ഇങ്ങനെയുള്ള ഒറിജിനലാണെങ്കിൽ എങ്ങനെ വെള്ളമൊഴിക്കും മെയിൻറ്റെയിൻ ചെയ്യും? ഭയങ്കര പാടാ. പക്ഷെ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കണ്ട എല്ലാം. പക്ഷെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് തരും. കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റിയാ. എല്ലാത്തിനും അതെ അതാ പറഞ്ഞ ഒറിജിനാലിറ്റി ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊന്നും കൊള്ളില്ല. താഴത്തേക്ക് കിടക്കണ കണ്ട പ്ലാസ്റ്റിക്കാന്നറിയാം. പക്ഷെ ഇത് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതൊക്കെ പക്ക ഒറിജിനൽ പോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ അല്ലാന്ന് പറയില്ല. എല്ലാം അതേപോലെ നിൽക്കുന്നത്. ആ സൈഡിൽ തൂങ്ങി കിടക്കണൊക്കെ കണ്ടാൽ അറിയാട്ടോ. അല്ലാത്ത ഇങ്ങനത്തെ നോർമൽ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പക്ഷെ ഇതൊരു അടാറ് ഭംഗിയുള്ള സാധനം തന്നെയാട്ടോ. ഒന്നും പറയാനില്ല. രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മോളാണ് കാണാനുള്ള ഭംഗിയിൽ. ഇന്റീരിയറിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ബോൾസുകൾ തട്ടിയിട്ടക്കണ കണ്ട മൊത്തം എന്തിട്ടാ രസം നോക്കിയേ. എൻ്റെ അമ്മോ, ലൈറ്റ് ഇട്ട പോലെയല്ലേ നിൽക്കണേ. ഇത് മോളിൽ നിന്നുള്ള ലൈറ്റാണ്. ആ വെറുതെ ഗ്ലാസ് ബോളിലേക്ക് അടിക്കുമ്പോൾ ഇത് ബോള് പോലെ തിളങ്ങണതാണ്. ഇത് ഒരെണ്ണല്ല, ഇതുപോലെ തന്നെ ഇതേ തൊട്ടപ്പുറത്തും അങ്ങനെ തന്നെയുണ്ട്, അപ്പുറത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് കേട്ടത്. റേമണ്ടിന്റെ ഷോറൂമിൽ 2 ചേട്ടന്മാർ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് കണ്ണുകിടി വേണ്ടായിരുന്നു അല്ലേ? റേമണ്ടിന്റെ ഈ സാധനത്തിന് ഉദ്ദേശം എന്ത് വില വരുമെന്ന് മുത്തിന് വല്ല ഒരു ഐഡിയ ഉണ്ടോ? 12K
12K ലാക്കിന്റെ മുകളിലെ ലാക്കിന്റെ അല്ല. എന്തൊരു ഷോപ്പുകളാന്ന് വെച്ചാൽ പറയണ്ട. നോക്കി ഫർണിച്ചറിന്റെ ഒക്കെ ഷോപ്പ് ഒരു ലോകാണ് മൊത്തം ഫർണിച്ചർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് ഫർണിച്ചർ ഷോപ്പ് നോക്കി നീ ഷൂട്ട് അതിന്റെ മുകളിൽ കൂടെ ചാടി കഴിഞ്ഞാൽ തന്നെയാട്ടാ. വെർട്ടിക്കൽ ഗാർഡൻ നോക്കി അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ട. അത് തന്നെയല്ല ഇത് പെട്ടെന്ന് അറിയണില്ല അല്ലേ ഈ ഒരു ഇതുള്ളത് കൊണ്ട്. ഓ എന്ത് രസാണ് നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ. മേളിൽ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ബീമുകൾ പോലെ തോന്നല്ലേ. ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ നോക്കി, നമ്മുടെ ഫ്ലോർ താഴത്തെ ഫ്ലോർ ശരിക്കും നമ്മൾ മേളിൽ നോക്കുമ്പോൾ ബീമുകൾ പോലെ തോന്നുന്നു. എല്ലാം സെയിം തന്നെയാ, ഫ്ലോർ എല്ലാം അങ്ങനെ തന്നെയാ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ അതൊരു 3D എഫക്ട് തോന്നുന്നു. ഇവിടെ പ്ലെയിൻ. അതെ അതെ അത് ശരിയാ. ഇത്ര ഭംഗിയുള്ള ഒരു മോള് ഇപ്പോൾ ഒരു ഇടക്കാലം കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതും വേണ്ട പറയാം. ഇന്റീരിയറൊക്കെ ഇത്ര സെറ്റപ്പിൽ മൊത്തം കാര്യങ്ങളും ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് വേണ്ട പറയാം. എവിടേക്ക് പോയാൽ ഇതേ മുത്തും എന്നിട്ട് കിടന്ന് കറങ്ങണം രണ്ടുപേരും. എന്തുവാണ് ലൈറ്റിങ് അറേഞ്ച്മെന്റ് നോക്കിയേ. ഇത് വേറൊരു തീമാണ് കേട്ടോ. മൊത്തം ഓരോന്നും ഓരോ സ്റ്റൈലാന്ന് പറയില്ലേ. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലാണ് ആണോ. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളും ഓരോ സ്റ്റൈല് അങ്ങനെ വേണം പറയാനായിട്ട്. ഈ ലൈറ്റ് നോക്കി എന്തോരം നോക്കി, കുറച്ചൊന്നുമല്ല. റെസ്റ്റോറൻറ്റ് കണ്ട, ഫുഡ് കോർട്ടിൻ്റെ അവിടെ എല്ലാണ്ടും റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ്. മുകളിലാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളും, പക്ഷെ താഴെ അതേ സെയിം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. മാക്സ് അവിടെ ഉണ്ട് അല്ലേ. മാക്സിലൊന്ന് കയറിയിട്ടേ വല്ലതും കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇത് നമ്മൾ അവിടെ കണ്ട സെയിം തീം തന്നെയാണ് ഈ സൈഡിലും അല്ലേ. ഒന്ന് വേറൊരു ടൈപ്പ് ഇൻറ്റീരിയർ കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പിന്നെ ഫ്ലോറിങ്ങിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ ഫ്ലോറിങ്ങിൻ്റെ സ്റ്റൈലും ഈ ഓരോ സ്ഥലങ്ങളിലുള്ള വ്യത്യാസം ഇതേ സെയിമാണ് താഴത്തേക്കുള്ള ഫ്ലോറിങ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രത്യേക എയിം എന്ന് പറഞ്ഞാൽ പ്രത്യേക എയിമാണ് കണ്ടു. അപ്പോൾ ഈ വശത്തേക്ക് വന്നു, അപ്പുറം സൈഡിലേക്ക് വന്നു, മൊത്തം കറങ്ങി അടിച്ചോട്ടോ വയ്യാണ്ടായി. നോക്കിയൊരു LED വോള്, എൻ്റെ അമ്മോ മിനി സിനിമ തിയേറ്റർ അങ്ങനത്തെ ഏരിയ. ആൾക്കാർക്ക് മുഴുവൻ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടു. ഇത് ശരിക്കും കണ്ടിട്ട് നമുക്കൊരു അത്ഭുതം തോന്നിയതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് മൊത്തം നിങ്ങളെ കാണിച്ചു തരുന്നത്. നമുക്കോ കണ്ടപ്പോൾ ഒരു ഓ എന്നുള്ളത് തോന്നൽ വന്നു. അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരണ്ടേ. ഹോട്ടലുകളിൽ വേറെയും ഒരു ടൈപ്പ് ഇട്ടാണ് ഇന്ത്യയിലൊക്കെ ചെയ്ത് കൂട്ടിയേക്കണ കണ്ടല്ലേ. ബോധം എന്തൊക്കെ രസം. ഇനി ഒരു സ്ഥലത്തല്ല എവിടെ വേണമെങ്കിലും ഇടുന്നു, ഒരു പ്രശ്നമില്ല. ഇത് നോക്കിയേ വേറൊരു ഇൻറ്റീരിയർ. ഇവിടെ എല്ലാം ഡെമോ അടിച്ച് നോക്കിയാണ് കേട്ടോ. എല്ലാ ഇൻറ്റീരിയറും ഡെമോ ചെയ്ത് കാണിച്ചിട്ടുന്നുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട്. ഞങ്ങൾ അതിൻ്റെ തൊട്ട് താഴത്തുള്ള ഫ്ലോറിലേക്ക് വന്നായിരുന്നു കേട്ടോ. സ്റ്റെയർ കേസിൻ്റെ അടിവശം തന്നെ നോക്കി അവർ കാണിച്ചിട്ടുള്ള സ്റ്റൈൽ. ഓ വാവ്, വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. ഇനി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈറ്റിയാണ് കണ്ടോ. എന്റെ പൊന്നോ, ഇത് ഒരു മോള് തന്നെയാണ് കാണിക്കണത്. ഒരു മോഡ് തന്നെയാണ് ഇത്ര അധികം കാണിക്കണത്. എന്താണ് ഇത്, എന്താണ് സ്റ്റൈല്? ഇതിനെന്തിനാ ദുബായിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പോകണം? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പെട്ടപ്പെട്ട മോളുകളൊക്കെ. നമുക്ക് എത്തിപ്പെടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കറിയാം, കേരളത്തിലെ ആൾക്കാർക്ക് ഇതിപ്പോൾ എല്ലാം അറിഞ്ഞോളന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും മനസ്സിലായി ഇപ്പോൾ ഒരു സൂപ്പർ സാധനങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ഒന്നും മേടിച്ചില്ലെങ്കിലും വെറുതെ കറങ്ങാൻ തന്നെ വെച്ചാൽ എന്താ പറയുക, അടിപൊളി കേട്ടോ. വെറൈറ്റികൾ ഇങ്ങനെ നിൽക്കല്ലേ മുത്ത. ഗസ്
ഇത് നോക്കി നീ ലൈറ്റിന്റെ ഭംഗി മോളിൽ നിന്ന് ചങ്ങല മാത്രമേ കാണണ്ടായിരുന്നുള്ളൂ. താഴത്തേക്ക് വന്നപ്പോ ഇല്ല, ചങ്ങലല്ല, മൊത്തം അങ്ങനെ ലൈറ്റിന്റെ ഭംഗി ആസ്വദിച്ച് കാണാം. ഇങ്ങനെ ഉണ്ട് നീതേ, 2 ഫോട്ടോ കളിക്കാലോ. നിങ്ങോട്ട് നോക്കിയേ, മുത്തൻ ഇങ്ങോട്ട് നോക്ക്, നീത ഇങ്ങോട്ട് നോക്ക്, എങ്ങോട്ട് നോക്ക്, നീത ഇങ്ങോട്ട് നോക്ക്. അടുത്ത ഇന്റീരിയർ നോക്കിയേ, ആ ഒരെണ്ണത്തിന്റെ വെറൈറ്റി ലൈറ്റ് കത്തുന്നത് അറിയണില്ല, അത് വേറെ രീതിയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു കോട്ട പോലത്തെ ഒരു ആകൃതിയാണ്. എന്തായാലും എന്താ പറയുക, ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ലുലുവൊക്കെ വാവെന്ന് പറഞ്ഞ് ഗംഭീര സംഭവം എന്ന് പറയുമ്പോൾ ഇല്ലേ, അതിൻ്റെ ഇൻറ്റീരിയറും ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വെച്ച് നോക്കുമ്പോയില്ലേ പക്ഷേ ഇതിൻ്റെ 7 ഇടത്തേക്ക് എത്താൻ പറ്റില്ല ലുലുവിനൊന്നും, അല്ലേ? അല്ല നീ ഇത് പകുതി ഇല്ല, അത് തന്നെയല്ല ലുലുവിൻ്റെ ഞാൻ പറയണത്. ഡിസൈനിങ് ഇൻറ്റീരിയറൊക്കെ എവിടെ? അല്ല, ഇനി അവിടെ ഒന്നും പോകണ്ട, നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. വയ്യ, മടുത്തു. എന്താ പറഞ്ഞതേ, കളർഫുൾ എന്ന് പറഞ്ഞാൽ കളർഫുൾ തന്നെയാണ്, അല്ലാതെ പറയാൻ പറ്റില്ല. ഓ, ഇവിടെ വേറെ ബാംബൂസിന്റെ രീതിയിലുള്ള ഇന്റീരിയർ കേട്ടാ. നോക്കിയേ, വെറൈറ്റി എന്ന് പറഞ്ഞാലേ വെറൈറ്റി ഇനി എത്ര ചെയ്യാൻ പറ്റുമോ അത്ര വെറൈറ്റി പെട്ട കണ്ടുവരും, അല്ലേ? നോക്കിയേ, മുകളിലേക്ക് ഞാൻ കൂടുതൽ നോക്കണേ, താഴ്ച നോക്കി നടക്കണേക്കാളും കൂടുതൽ. കാരണം അത്രയധികം ഇന്റീരിയർ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് വേറെ ഏതാ? ഇതൊക്കെ നോക്കിയൊരു ആകൃതി ഇതിൻ്റെയൊക്കെ അതിൻ്റെ എല്ലാം ഇതൊക്കെ ഭംഗിയേ, ഇന്റീരിയറിന്റെ ഭംഗി നോക്കി. ലൈറ്റൊക്കെ ഒരു പ്രത്യേക സ്റ്റൈൽ എന്ന് പറയില്ലേ? അതെ അതെ, നോക്കി. അതുപോലെ ലൈറ്റിങ് നോക്കി, ഓ ഗംഭീരം. അതെ, അടുത്തത് ഓരോ ഫ്ലോറിലും ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. അതെ, സെക്ഷനും വെവ്വേറെ സാധനങ്ങളാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് സ്റ്റോറിലാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ബട്ടൺ കൊടുക്കുക. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇതിൽ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അത് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് കാണിക്കുന്നത്. സ്റ്റുഡിയോ ഇല്ലേ? അയ്യോ, ഞങ്ങൾ മാക്സിൽ കയറി ടീഷർട്ട് കണ്ടു, അപ്പോൾ അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ സ്റ്റുഡിയോ നോക്കി ഇറങ്ങിയതാ. അപ്പോൾ സ്റ്റുഡിയോ നോക്കി ഇറങ്ങിയപ്പോൾ ഉണ്ട് സ്റ്റുഡിയോ ഇതിനകത്തില്ല എന്ന് പെട്ടുപോയി ഗൈസ്. രക്ഷയില്ല. ഓ, ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ ലാസ്റ്റ് വന്നു. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഈ വശത്ത് നമ്മൾ ആ കണ്ട ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ അതെന്താ കാരണം? ഓടാ, ഞാൻ കാണിക്കും. ഇങ്ങടാ, എല്ലായിടത്തേക്കും കാണിക്കും. ഇപ്പോൾ അതെ ഈ സൈഡിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആവും കേട്ടോ. ഇത് അടുത്തൊരു സംഭവം. ഇൻറ്റീരിയറിന് നമ്മൾ കാണിക്കാണ്ട് ഇനി പോകാൻ പറ്റില്ല, അത്രയധികം ആയില്ലോ. അപ്പോൾ എന്തായാലും കണ്ടിട്ടേ പോകാൻ പറ്റില്ല. മൊത്തം ഷൂ കട കയറി പോകണ്ടല്ലോ. പ്യൂമയ്ക്ക് വലിയ പ്യൂമ ഇരിക്കുന്നുണ്ട്, 2 പ്യൂമ. ഓക്കെ, ഷോപ്പിൻ്റെ ഇതിൽ ഇവിടുത്തെ ഇൻറ്റീരിയർ സെക്ഷനിൽ കൂടി നോക്കട്ടെ കേട്ടോ. നമ്മളേ വോളിൽ കണ്ടിട്ടുണ്ട് വെട്ടിക കാർഡ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. വെട്ടിക കാർഡ് ഇതേ ഇവിടെ ഒരു പെട്ട സാധനം വേറെ വന്നെങ്കിൽ ഇത് നോക്കി. വാവ്, എന്തുവാണിത്? പൊളിച്ചു. ലാസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ. ഇനി അധികം വെറൈറ്റികളൊന്നും കാണിച്ചു തരാനില്ല. കണ്ടോ, ഇത് കഴിഞ്ഞു ഏറെക്കുറെ. ഇത് എന്താ പറയാനുള്ളൊരു അഭിപ്രായം പറഞ്ഞേ? അതെ, കണ്ടും മടുത്തു. ഇത് നോക്കിയേ, ഫുള്ളായി, ഏറെക്കുറെ ഫുള്ളായി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട ആ സംഭവമല്ലേ, അത് തൊട്ടടുത്ത് താഴേക്ക് വന്ന് കാണുമ്പോൾ ഈ മരത്തിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ് ഉണ്ട്. എല്ലാം ആൾക്കാർ ഇഷ്ടംപോലെ എനിക്ക് ചോട്ടിലിരിക്കുമ്പോൾ ഒറിജിനൽ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന പോലത്തെ ഫീലാണ്. സംഭവം മതി, കണ്ടു കഴിഞ്ഞു. അപ്പോൾ പോവാണ്, വണ്ടിയിൽ കയറിയിരിക്കാം, നമ്മൾ പോവാ. കൂണുണ്ടായി നിൽക്കണം, അതേപോലെയാണ് ഈ ഇൻറ്റീരിയർ. കഴിഞ്ഞു. ഇതോ
ഇത് വേറൊരു വെറൈറ്റി. തേർഡ് വേവ് കോഫി. പക്ഷെ മോർണിംഗ് നോക്കുമ്പോൾ വേണ്ട ഇതൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ആംഗിളിൽ നിന്നും നോക്കുമ്പോൾ വെവ്വേറെ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ലുക്ക്. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നീങ്ങാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലും കൂടി ഒന്ന് കയറി. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇവിടെ വന്ന നിലയ്ക്ക് ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ മാത്രം കയറാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഷമല്ലേ. വെജിറ്റബിൾസ് വെറൈറ്റി സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത്. ബ്രെഡൊക്കെ ആണെങ്കിലും വെറൈറ്റി ഉണ്ട്. അത് ശരിയാ. ടേസ്റ്റ് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ വെറൈറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്.